ബ്രഹ്മയുഗം ഞാൻ ഫിലിം കണ്ടോ? നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ഫിലിം ഇറങ്ങിയിട്ടില്ല. ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ഫിലിം ഇറങ്ങിയിട്ടില്ല അല്ലേ? അത് ആരും എടുക്കാൻ തരും ഇറങ്ങില്ല. അങ്ങനത്തെ പടം ഇനിയിപ്പോ ഇനിയിപ്പോ ആൾക്കാർ കൂട്ടിട്ട് ഇങ്ങനെ പോണോ? ഇത് ഒരുപാട് സമയമായിട്ട് തന്നെ കാത്തിരുന്ന ഇങ്ങനത്തെ ഒരു പടം നോക്കാൻ വേണ്ടി. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് എല്ലാം അശോകന്റെ മോനുണ്ടല്ലോ നന്നായിന്. പക്ഷെ മമ്മൂട്ടിന്റെ എന്താണ് കണ്ടു മതിയാവാത്ത പറയൂ. നല്ല രസമായിട്ട് അവരുള്ള ബന്ധം. അയാള് സ്നേഹമുള്ള കഥാപാത്രം എന്നാലും ദുഷ്ടമുള്ള ഒരു പടം പറയണ്ട. ആ പടം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ മനസ്സിലായിരുന്നില്ല. കുറെ പേര് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് കൂട്ടുകാരെ വെച്ച് എന്താ പേടിച്ചോണ്ടാണോ? ഞാൻ പറഞ്ഞല്ല, മതിയാവാത്തോണ്ടാണ്. പേരെന്താ? പേടി തന്നെ. കാതലും എല്ലാം. കാതൽ പിന്നെ ഇന്ത്യയിൽ ഒരു അമിതാഭ് ബച്ചന്, രജനികാന്ത് വെച്ചിട്ട് ചെറിയ നടന്മാർ ആരും എടുക്കാൻ അങ്ങനത്തെ ഫിലിം എടുക്കാൻ ധൈര്യപ്പെടും. അങ്ങനെ എടുക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, നമ്മളെ മമ്മൂക്ക. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിക്കാൻ ഇതൊക്കെ ഒടുക്കത്തെ ഗഡ്സ് അല്ലേ? 73-ാമത്തെ വയസ്സിൽ കണ്ടോണ്ടിരിക്കാൻ പറ്റിയാൽ മതി. ദീർഘായുസ് കൊടുക്കട്ടല്ലേ? സത്യം. അതൊരു സംഭവം കത്തി ജ്വലിച്ച് വെക്കാന്ന് പൃഥ്വിരാജ് പറഞ്ഞതാ കറക്റ്റ്. പ്രായം കൂടും തോറും വീര്യം കൂടിക്കൂടി വരും. പച്ചക്കറി വാങ്ങി പോവല്ലേ? താങ്ക് യു. പേരെന്താ? റസാഖ്. നാട് കണ്ണൂർ. ശരി, താങ്ക് യു റസാഖ് ഭായ്. റിവ്യൂ തിയേറ്ററിൽ നിന്നും വേണ്ട, നാട്ടിൽ നിന്ന് എവിടെ നിന്ന് എടുക്കാം എന്നെ പറയണ്ട. ശരി, ആയിക്കോട്ടെ. നിങ്ങളും വേണം, നിങ്ങളെപ്പോലുള്ളവരും വേണം നമുക്ക്.